ഹലോ ഹലോ ഗൈസ്, ഇന്ന് കർക്കിടക വാവായത് കൊണ്ട് തന്നെ അമ്മയും അച്ഛനും രാവിലെ ബലിയിടാൻ വർക്കിൽ പോയി. പിന്നെ രാവിലെ എണീറ്റ് കുളിക്കണം എന്ന ആ ഒരു ഇതായതുകൊണ്ടാണ് എൻ്റെ മോന്ത അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് കുളിക്കത്തൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നല്ല മഴ പോയി വന്നും നിന്നും അതിന് ഭയങ്കര പാടായിരുന്നു കുളിക്കൽ പരിപാടിയൊക്കെ നടത്താൻ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടൊക്കെ കുളിച്ചിട്ട് മുടി കെട്ടണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കള്ളക്കൊറിയൊക്കെ തൊട്ട ശേഷം മറ്റേ മുനിമാരുടെ വെക്കുന്ന കൈ വെക്കാൻ നോക്കുന്ന വട്ടകളാണ് ഈ കാണുന്നത്. താഴെ പോയി ചായ കുടിക്കാം. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അമ്മയച്ഛനൊക്കെ ബലിയിടാൻ പോയിട്ട് വന്ന് കാണും. അപ്പം താഴെ പോയിട്ട് നോക്കാം അമ്മയച്ഛനൊക്കെ വന്നിട്ടുണ്ടാന്ന്. ചായ തരുവാണെങ്കിൽ ചായ കുടിക്കാം, അതല്ലെങ്കിൽ ഇട്ട് കുടിക്കാം. വേലയും കൂലിയും ഇല്ലാണ്ടിരിക്കുന്ന ഈ അച്ഛനെ കണ്ടാൽ തന്നെ ഇന്നത്തെ ദിവസം ഫുൾ പോവും ഗൈസ്. ചായ തരുമോ? എന്താടി എനക്ക് ഇന്നലെ സുന്ദരിയായി. ഉള്ളി എന്തിനാ അരിയുന്നേ? പട്ടീനെ അറിയാൻ. അങ്ങനെ അമ്മ ഒരു ഗ്ലാസ് ചായനെ ചൂടാക്കി പകുതി ഗ്ലാസ്സൊക്കെ ആയി. അപ്പൊ തന്നെ ചായ ഒരു വറ്റി നല്ല കട്ടിയാണൊക്കെ തോന്നി. എനിക്കത്ര ഇഷ്ടപ്പെടില്ല ഈ ചായ കുടിക്കാൻ. പിന്നെ ആരെങ്കിലും രാവിലെ ചായ തന്നത് തന്നെ ഭാഗ്യമെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ കുടിച്ച്. പിന്നെ രാവിലെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് പാലും അമ്മ തന്നു. പിന്നെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴാണ് വെച്ച് കൊടുക്കാനായിട്ട് ഉമിക്കരിയും വെള്ളമൊക്കെ വെച്ചിരുന്നത് കണ്ടത്. പിന്നെ റോസ് കളർ ഒരു പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു, റോസ. ഞാൻ ഓഫീസ് വഴി പുറത്തോടെ പോയെങ്കിൽ ഇതും പറിച്ചു വെച്ചിട്ട് പോയേനെ. അമ്മാമ്മയെ തിരിഞ്ഞിരിക്കുന്നത് ഞാൻ അമ്മാമ്മ ആവശ്യമില്ലാതെ ഇരിക്കുന്ന വീഡിയോ എടുക്കും എന്ന ആ ഒരു മനസ്കഥ ഉള്ളതുകൊണ്ടാണ് കള്ളി തിരിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും വലിയ ജോലികളൊന്നും ഇല്ലേ, എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ വെറുതെ ഇരിക്കുന്നത് കണ്ടത്ര ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇഞ്ചി മൂപ്പിക്കുക, പിന്നെ വെർമസലി പായസത്തിന് വേണ്ടിയുള്ളത് ഓടിച്ചു കൊടുക്കണം, പിന്നെ പായസത്തിൻ്റെ ചൗരിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികൾ എനിക്കൊന്നും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഞ്ചിക്കറിയൊക്കെ അമ്മയെ വെച്ചാൽ ഞാൻ വെറുതെ ഡെമോയ്ക്ക് വേണ്ടി ഇളക്കുന്ന പരിപാടികളാണ് ഗോയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരത്തിന് ശേഷം എൻ്റെ മീൻ മക്കളെ പോയി കണ്ടു. മീൻ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ്. കള്ളികളെല്ലാം മണ്ണിനിടയിലായിട്ടുണ്ട്. പിന്നെ സദ്യയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഇഞ്ചി തോരൻ, മീൻ പൊരിച്ചത്, അവിയൽ, അച്ചാറ്, ചിക്കൻ, പിന്നെ പരിപ്പ്, പപ്പടം, പായസം, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. വലിയ ഹെവിയൊന്നും അല്ലായിരുന്നു. അമ്മേനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ സദ്യ കഴിക്കാൻ പോകുന്ന വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം അമ്മ അതും കൂടി വീഡിയോ എടുത്ത് എൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് വെറുതെ വരവുന്ന പോസ് കാണിക്കുന്നതാണ് ഈ കാണുന്നത്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല ബളുബുള്ള വാരിയൊക്കെ കഴിച്ചിട്ടൊക്കെ വന്ന് രാവിലെ പതിവില്ലാതെ കുളിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു മൂക്കിലൊരു ചീറ്റക്കം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജലദോഷം അടിച്ച് ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഉച്ചയുറക്കമൊക്കെ ആവാമെന്ന്. അപ്പം ശരി ഗൈസ്, ഞാൻ പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ശരി, ബൈ.